ഓരോ യാത്രകളും നമുക്ക് തരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കിട്ടുന്ന നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ പല യാത്രകളിലും നമുക്ക് കിട്ടാറുണ്ട്. ചില മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഈ യാത്രകളിലൂടെ കിട്ടുന്ന ഒരു മൈൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ തന്നെ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വന്ദേ ഭാരത് ദൂരെ നിന്ന് വരുന്ന ആ കണ്ട നിമിഷം എൻ്റെ അമ്മോ അതൊരു വേറെ ലെവൽ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കും ക്ലീൻ ആൻഡ് മോഡേൺ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ തന്നെ യാത്രയോടുള്ള ഒരു ആകാംക്ഷ എനിക്ക് കൂടിക്കൂടി വന്നിട്ടോ. ദെൻ ഫൈനലി നമ്മൾ വന്ദേ ഭാരതിൽ കയറി. ഇൻസൈഡ് കയറിയപ്പോൾ തന്നെ വളരെ നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആംബിയൻസും കംഫർട്ടബിൾ സീറ്റും ക്ലീൻ ഇൻറ്റീരിയറും ആൻഡ് അതുപോലെ തന്നെ വലിയ വിൻഡോസും ആയിരുന്നു കേട്ടോ. യാത്ര എൻജോയ് ചെയ്യാൻ പെർഫെക്റ്റ് ആയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ടൈം തന്നെയാണ്. യാത്രയ്ക്കിടയിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് അത് കാണാനും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എനിക്കൊരു മസാല കാപ്പിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ 2 ബിസ്ക്കറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വന്ദേ ഭാരതിലുള്ള യാത്ര എന്ന് പറയുന്നത് എനിക്കൊരു വെറും ട്രെയിൻ ജേണി മാത്രമായിരുന്നില്ല കേട്ടോ. സ്റ്റേഷനിൽ കാത്തിരുന്ന നിമിഷം മുതൽ ട്രെയിനിൽ കയറി ആ എക്സൈറ്റ്മെൻറ്റും ബ്യൂട്ടിഫുൾ വ്യൂസും ഫുഡും കംഫർട്ടബിൾ ജേണി എല്ലാം ചേർന്നൊരു ബ്യൂട്ടിഫുൾ ജേണി ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചില യാത്രകൾ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ, ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് കൊണ്ട് മാത്രം മനോഹരമാകണമെന്നില്ല, നമ്മുടെ അതിൽ ആ ടൈമിൽ എൻജോയ് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ലൈഫിൽ എന്നും ഓർക്കാൻ കിട്ടുന്ന ഒരു മൊമെൻ്റ് എന്ന്